കീഴ്വഴക്കങ്ങൾ മാറുമെന്ന് പറയുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പുതിയ മന്ത്രിസഭാംഗങ്ങൾക്ക് ലോക്ഭവനിൽ ഗവർണർ ചായ സൽക്കാരം ഒരുക്കി. ഇതിനുശേഷമായിരുന്നു ആദ്യ മന്ത്രിസഭാ യോഗം. ദീപക് ധർമ്മടം തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഒരുപക്ഷെ തിരുവനന്തപുരം ഈ അടുത്ത കാലത്തും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രൗഢഗംഭീരമായ ഒരു സദസ്സ്, അതിനേക്കാൾ വലിയ വേദിയിലാണ് ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എന്നത് മറ്റൊരു പ്രത്യേകത. അവിടെ എത്തിയ VVIPകൾ തൊട്ട് ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകർ, ജനങ്ങൾ, ഇവരെല്ലാം സാക്ഷ്യം വഹിച്ചാണ് ഇന്ന് ആ ചടങ്ങ് അവിടെ നടന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒന്നാണ്. എനിക്ക് തോന്നുന്നത് നേരത്തെ തന്നെ ഈ ലോക്ഭവനിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ വന്നിരുന്നു. ഈ ക്യാബിനറ്റ് പദവിയുള്ളവർ മാത്രം, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രം വേദിയിൽ ഉണ്ടായാൽ മതി, മറ്റുള്ളവർ വേണ്ട എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ വന്നിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെ നേതാക്കളെല്ലാം പ്രതിപക്ഷ നിരക്ക് ഉൾപ്പെടെ കൃത്യമായ ഇടം നൽകിക്കൊണ്ടാണ് ആ ചടങ്ങ് നടന്നത് എന്നത് മറ്റൊരു കാര്യം. അപ്പോൾ എങ്ങനെ വിലയിരുത്താം ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനെ, ആ വേദിയെ, സദസ്സിനെ? പ്രജിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ജനകീയ ഉത്സവമായി സത്യപ്രതിജ്ഞ മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം അക്ഷരാർത്ഥത്തിൽ അത് ഒരു ജനസാഗരമായിരുന്നു എന്നുള്ളതാണ്. രണ്ടു കാര്യങ്ങളുണ്ട് ഇതിൽ പറയാൻ. ഒന്ന്, കാസർഗോഡ് അങ്ങ് മഞ്ചേശ്വരം അതിർത്തിയിൽ മംഗൽപാടി പഞ്ചായത്ത്, കുമ്പള പഞ്ചായത്ത് മുതൽ പൈവളിക പഞ്ചായത്ത് മുതൽ UDF പ്രവർത്തകർ ഇങ്ങ് കളയ്ക്കാവിള അല്ലെങ്കിൽ ഇങ്ങ് വടക്കേ അറ്റത്ത് പാറശാല വരെയുള്ളവർ, തെക്കേ അറ്റത്ത് പാറശാല വരെയുള്ള UDF പ്രവർത്തകർ ഇതിൽ എത്തി എന്നുള്ളതാണ്. അത് മുസ്ലിം ലീഗിൻ്റെതായാലും കോൺഗ്രസിൻ്റെതായാലും മറ്റ് ഘടകകക്ഷികളുടേതായാലും പ്രവർത്തകരുടെ വലിയ ആവേശം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിൻ്റെ ആ ഒരു കാലത്തിന് ശേഷമുള്ള തിരിച്ചുവരവ്, ആ തിരിച്ചുവരവ് ആഘോഷമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാകാം നമ്മൾ ഇന്നലെയൊക്കെ വൈകിട്ട് തിരുവനന്തപുരം നഗരത്തിലൂടെ നമ്മൾ വാർത്തയുമായി ഓടുമ്പോഴൊക്കെ കാണുന്നത് വിവിധ ജില്ലകളിൽ നിന്ന് വന്നവർ നമ്മളെ കൈവീശി ഹായ് പറയുന്നതാണ്. ഞാൻ കാസർഗോഡ് നിന്നാണ്, കണ്ണൂരിൽ നിന്നാണ്, പ്രജിൻ്റെ നാട്ടിൽ നിന്ന്, പയ്യന്നൂരിൽ നിന്നൊക്കെ നിരവധി പേരാണ് എത്തിയത്. പ്രജിൻ, ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം. മറ്റൊന്ന്, വേദിയിലേക്ക് എത്തിയ VIPകൾ, അത് വലിയ രീതിയിലുള്ളൊരു നിരയുണ്ടായി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതുപോലെ സമീപകാലത്തൊന്നല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമേൽ പ്രമുഖരെത്തിയ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇതിലെടുത്തു പറയേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലേക്ക് ഇന്ന് പോകേണ്ടതാണ്. പക്ഷേ അദ്ദേഹം കണ്ണൂരിലേക്കുള്ള യാത്ര വൈകിട്ടേക്ക് മാറ്റുകയും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് എത്തുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA, ഇവരെല്ലാം എത്തുന്നു. ഒരു ഭാഗത്ത് പ്രതിപക്ഷം. ഇനി ഭരണപക്ഷത്തിലേക്ക് നോക്കിയാൽ AICC-യുടെ അധ്യക്ഷൻ ഖാർഗെ, മല്ലികാർജുന ഖാർഗെ എത്തുന്നു. അതുപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ചെത്തുന്നു. KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. പിണക്കങ്ങളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും അദ്ദേഹവും വളരെ മാന്യമായി അവിടെ പൂർണ്ണമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റു സംസ്ഥാനത്തു നിന്നുള്ള മുഖ്യമന്ത്രിമാർ, രേവന്ത് റെഡ്ഡി എത്തുന്നു, അതുപോലെ തന്നെ സിദ്ധരാമയ്യ എത്തുന്നു, DK ശിവകുമാർ എത്തുന്നു. അങ്ങനെ പ്രമുഖരുടെ വിജയ് വരുമെന്ന് നേരത്തെ പറഞ്ഞു, പക്ഷേ വിജയ് വന്നില്ല. ഒരുപക്ഷെ പലരും പറഞ്ഞത് വിജയ് വന്നിരുന്നെങ്കിൽ, ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു, നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നില്ല, അത്രമേൽ വലിയ ജനത്തിരക്കായിരുന്നു. പക്ഷേ ഈ ആഘോഷത്തിനിടയിൽ പറയേണ്ട ഒരു കാര്യം, ഈ ജനത്തിരക്കിൽ ഇടയിൽ പലരും ഡീഹൈഡ്രേറ്റ് ആവുന്നു. അവിടെ മെഡിക്കൽ ടീം അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. മറ്റൊരു രസകരമായ കാര്യം, MLA-മാർക്ക് പോലും ഇരിപ്പിടം കിട്ടിയില്ല. അവർ ജനങ്ങളുടെ കൂടെ ഇടിച്ചകത്തേക്ക് കയറേണ്ടി വന്നു. കാരണം ഇന്ന് ജനങ്ങളുടെ ഇടി കൊള്ളുമ്പം രമേശ് പിഷാരടിക്ക് പുറകിൽ നിന്ന് ഇടി കുറച്ചു കൊടുത്തത് ഞാനായിരുന്നു. പിഷാരടിക്ക് കസേര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ പലരും നമ്മൾ നിരവധി MLA-മാരെ കണ്ടു. നമ്മൾ മഞ്ചേശ്വരത്തുള്ള MLA അഷ്റഫ് പുറകിലൂടെ കയറി വരേണ്ടി വന്നു. കാരണം അത്രമേൽ ജനങ്ങളുടെ പങ്കാളിത്തമായിരുന്നു. ഒരുപക്ഷെ നിയന്ത്രണങ്ങൾക്ക് പറ്റാത്ത വിധത്തിൽ, നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജനപങ്കാളിത്തമുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഒരു ജനസാഗരമായ ഒരു സദസ്സ്, പ്രൗഢഗംഭീരമായ വേദി, അതിലായിരുന്നു 13ാമത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശനും മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.